നമസ്കാരം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എന്തിന് നമ്മളിടുന്ന ഡ്രസ്സ് വരെ ഇതൊക്കെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നല്ലേ വരുന്നത്. ഈയൊരു ഗ്ലോബൽ കച്ചവടത്തിന് പിന്നിൽ കൃത്യമായ ചില നിയമങ്ങളും ചിട്ടകളുമൊക്കെയുണ്ട്. അപ്പോൾ ആരാണ് ഈ നിയമങ്ങളൊക്കെ എഴുതുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. ഒന്ന് കണ്ണടച്ചാലോചിച്ച് നോക്കൂ. രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന് ഒരു റൂൾസുമില്ല, ഒരു നിയമവുമില്ല, എല്ലാം തോന്നിയ പോലെ. എന്തായിരിക്കും അവസ്ഥ? ആര് എന്ത് വിലയിടും? ഈയൊരു ചോദ്യത്തിലാണ് WTOയുടെ പ്രസക്തി തന്നെ ഇരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ WTO? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, ഈ ലോകക്കച്ചവടം എന്ന വലിയ കളിക്കളത്തിലെ ഒരു റഫറിയാണ് WTO എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ വളരെ ക്ലിയറാണ്. ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന് നിയമങ്ങളുണ്ടാക്കാനും അത് നോക്കി നടത്താനുള്ള ഒരൊറ്റ ഗ്ലോബൽ ഓർഗനൈസേഷനാണ് WTO. വേറെ ആരുമില്ല. ഈ കണക്കുകളൊന്ന് നോക്കിക്കേ. 164 രാജ്യങ്ങൾ, ഓൾമോസ്റ്റ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇതിൽ മെമ്പേഴ്സാണ്. അതിലും വലിയ കാര്യം, ലോകത്തിലെ മൊത്തം കച്ചവടത്തിന്റെ 98% നടക്കുന്നത് WTOയുടെ റൂൾസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? ഓക്കേ, അടുത്തത് നമുക്ക് ഈ WTOയുടെ കളിപ്പുസ്തകമൊന്ന് മറിച്ചു നോക്കിയാലോ? അതായത്, എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ, എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ലെറ്റ്സ് സീ. അപ്പോൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ്. 1, കച്ചവടം പരമാവധി ഫ്രീ ആക്കുക, അതായത് ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് തടസ്സങ്ങളില്ലാതാക്കുക. 2, ഫെയർ പ്ലേ ഉറപ്പാക്കുക, ആരും ആരെയും ചീറ്റ് ചെയ്യുന്നില്ല എന്ന് നോക്കുക. 3, രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെട്ട് പരിഹരിക്കുക. പിന്നെ 4-മതായി വികസ്വര രാജ്യങ്ങൾക്ക്, അതായത് നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ബേസിക്കലി WTOയുടെ വൈ അഥവാ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ശരി, ലക്ഷ്യങ്ങൾ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർ നടപ്പിലാക്കുന്നത്? അവിടെയാണ് ഈ സ്റ്റെപ്പുകൾ വരുന്നത്. അവർക്ക് ഒരുപാട് എഗ്രിമെന്റ്സ് ഉണ്ട്, അതൊക്കെ നോക്കി നടത്തും. പുതിയ ഡീലുകൾക്ക് വേണ്ടി ചർച്ചകൾക്കൊരു വേദി കൊടുക്കും. പിന്നെ ശരിക്കും ഒരു കോടതി പോലെ പ്രവർത്തിക്കും. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവിടെ പരിഹരിക്കും. പോരാത്തതിന് എല്ലാ രാജ്യങ്ങളും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. കറക്റ്റ് ഒരു റഫറിയുടെ പണിയല്ലേ? ഓക്കെ, ഇത്രയൊക്കെ റൂൾസും നിയമങ്ങളും ഒക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? യഥാർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? നമുക്കൊന്ന് ഇവരുടെ ഒരു സ്കോർ കാർഡ് നോക്കാം. ഈ ഒരൊറ്റ നമ്പർ മതി WTOയുടെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ. 1995 WTO വന്നതിനു ശേഷം ഗ്ലോബൽ ട്രേഡ്, ലോകമെമ്പാടുമുള്ള കച്ചവടം, ഏകദേശം 4 ഇരട്ടിയായിട്ടാണ് കൂടിയത്. 4x. അതൊരു ചെറിയ കാര്യമല്ല. ഈ ചാർട്ട് നോക്കൂ, ഇത് സംഭവം സിമ്പിളാക്കി തരും. WTO വരുന്നതിന് മുമ്പ്, അതായത് 90കളിൽ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏകദേശം 15% കൂടുതൽ ടാക്സ് ഇട്ടിരുന്നു. എന്നാൽ ഇന്നോ അത് 8% താഴെയാണ്. അതായത് പകുതിയോളം കുറഞ്ഞു. ഇതിന്റെ അർത്ഥം സാധനങ്ങൾക്ക് വില കുറയും, കച്ചവടം കൂടും. നേട്ടങ്ങൾ വെറും ടാക്സ് കുറച്ചതിൽ മാത്രം ഒതുങ്ങുന്നില്ലാട്ടോ. 600-ലധികം കച്ചവട തർക്കങ്ങൾ, ചിലപ്പോൾ യുദ്ധത്തിലേക്ക് വരെ പോകാമായിരുന്നത് ഇവർ സമാധാനപരമായിട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഇതിനൊക്കെ ലോകം മുഴുവൻ ഒരുപോലത്തെ നിയമം കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി കച്ചവടത്തിനൊരു സ്റ്റെബിലിറ്റിയും വിശ്വാസവും കൊടുത്തു. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ എല്ലാ നാണയത്തിനും 2 വശങ്ങളുണ്ട്, അല്ലേ? WTO എല്ലാവർക്കും ഒരു ഹീറോ ഒന്നുമല്ല. ഈ സംഘടനയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഈ റെഫറി എപ്പോഴും ന്യൂട്രലാണോ? അതൊരു വലിയ ചോദ്യമാണ്. ഈ സ്ലൈഡ് ആ ഒരു കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൽ WTO പറയുന്നത് ഞങ്ങൾ എല്ലാവർക്കും ഒരേ നിയമമെന്നാണ്. പക്ഷേ മറുഭാഗം പറയുന്നത് അല്ല, ഈ നിയമങ്ങൾ ശരിക്കും ഗുണം ചെയ്യുന്നത് അമേരിക്കയെപ്പോലുള്ള പണമുള്ള രാജ്യങ്ങൾക്കും വലിയ വലിയ കമ്പനികൾക്കുമാണ് എന്നാണ്. ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്തിന് ഇത് ഭയങ്കര ട്രിക്കിയാണ്. കാരണം നമുക്ക് നമ്മുടെ സാധനങ്ങൾ പുറം രാജ്യങ്ങളിൽ വിൽക്കണം, അതിന് ഗ്ലോബൽ മാർക്കറ്റ് വേണം. പക്ഷേ അതേസമയം ഈ നിയമങ്ങൾ നമ്മുടെ കർഷകരെയും ചെറിയ ബിസിനസ്സുകളെയും തകർക്കുമോ എന്ന പേടിയുമുണ്ട്. ഇതൊരു ബാലൻസിംഗ് ആക്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എതിർപ്പുകൾ? 1, ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. കാരണം എന്താ? 164 രാജ്യങ്ങളും യെസ് പറയണം. അത് എളുപ്പമല്ലല്ലോ. പിന്നെയാണ് ട്രിപ്സ്, അതായത് പേറ്റന്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഉദാഹരണത്തിന്, ഒരു വിദേശ കമ്പനി ഒരു ജീവൻ രക്ഷാ മരുന്ന് കണ്ടുപിടിച്ചാൽ ഈ നിയമം വെച്ച് അവർക്ക് വർഷങ്ങളോളം അതിന്റെ കുത്തക കിട്ടും. അപ്പോൾ പിന്നെ ആ മരുന്ന് കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടാക്കാൻ ഇന്ത്യയിലെ കമ്പനികൾക്ക് പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികളെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം,
WTOയുടെ കോടതി, അതായത് തർക്കങ്ങൾ പരിഹരിക്കുന്ന സിസ്റ്റം, ഇപ്പോൾ ഏകദേശം പ്രവർത്തനരഹിതമാണ്. ചില വലിയ രാജ്യങ്ങൾ പുതിയ ജഡ്ജിമാരെ നിയമിക്കാൻ സമ്മതിക്കുന്നില്ല. അതോടെ അതിന്റെ വിശ്വാസ്യത തന്നെ പോയി. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. WTO ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? കളിയാകെ മാറിയിരിക്കുന്നു, കളിക്കാര് മാറിയിരിക്കുന്നു. അപ്പോൾ പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ലോകം 1995 പോലെയല്ല. വെല്ലുവിളികളും പുതിയതാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ ആദ്യം എന്റെ രാജ്യം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള കച്ചവടയുദ്ധം കണ്ടില്ലേ? അത് WTOയുടെ നിയമങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ ഒരു വശത്ത്. ഇനി പുതിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റൽ ട്രേഡ്. അതായത് ആമസോൺ, ഗൂഗിൾ, ഫേസ്ബുക്ക്, നമ്മുടെ ഡേറ്റ, ഓൺലൈൻ ബിസിനസ്, ഇതിനൊന്നും കൃത്യമായ നിയമങ്ങളില്ല. 95 റൂൾസ് വെച്ചിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം. കാർബൺ കൂടുതൽ പുറത്തുവിടുന്ന സാധനങ്ങൾക്ക് യൂറോപ്പ് കൂടുതൽ ടാക്സ് ഇടാൻ തുടങ്ങിയാൽ അത് WTO നിയമങ്ങൾ കെട്ടിറാവുമോ? അപ്പോൾ പരിസ്ഥിതിയാണോ വലുത്, അതോ ഫ്രീ ട്രേഡാണോ? ഈ പുതിയ കളികൾക്ക് പുതിയ റൂൾസ് ഉണ്ടാക്കാൻ WTO ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്. കളിയിലെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തരായ ടീമുകൾ തന്നെ റൂൾസ് മാറ്റിയെഴുതാൻ ശ്രമിക്കുമ്പോൾ ഒരു ഗ്ലോബൽ റഫറിക്ക് നിഷ്പക്ഷമായൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ആഗോള കച്ചവടത്തിന്റെ ഭാവി ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും.